സർവീസ് സംഘടനകൾക്ക് ഇനി എന്താണ് പറയാനുള്ളത്? കേന്ദ്രം കടം തന്നില്ല. 26,000-ലധികം കോടി വരുന്ന 26,260 കോടി വരുന്ന തുക വായ്പ എടുക്കാൻ കേന്ദ്രം സമ്മതിച്ചില്ല. വായ്പാ പരിധി കേന്ദ്രം കൂട്ടുന്നില്ല. അതുകൊണ്ട് DA കൊടുക്കൂല. എന്തൊരു വിചിത്ര ന്യായമാണ്. മിനിയാന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 20 മന്ത്രിമാരോടൊപ്പം, രാഷ്ട്രീയ നേതാക്കളോടൊപ്പം, CPM-ന്റെ വലിയ നേതാക്കളോടൊപ്പം, എല്ലാ പാർട്ടിയുടെയും വലിയ നേതാക്കളോടൊപ്പം, വിനയ് വിശ്വം, ഗോവിന്ദൻ മാഷ് എല്ലാവരുമായിട്ട് ഉപവാസം നടത്തിയത്. എവിടെ? നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ ഉപവാസം നടത്തിയത്. ആ ഉപവാസത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച ഞാൻ നേരിട്ട് കേട്ടതാണ്. അതുവഴി വണ്ടിയിൽ പോയപ്പോൾ കേട്ടതാണ്. ഇതാണ് വാക്ക്. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ നിത്യനിദാന ചെലവുകളെല്ലാം നടത്തുന്നത് വായ്പ എടുത്തിട്ടാണെന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയല്ല, ഞങ്ങളുടെ തനത് വരുമാനത്തിൽ നിന്നാണ് നടത്തുന്നത്, വായ്പ എടുത്തിട്ടല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ മന്ത്രിമാരും ഇന്ന് കയറി പ്ലേറ്റ് മറിച്ചു എന്ന് മാത്രമല്ല, ഇന്നലെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന നോട്ടിൽ വളരെ കൃത്യമായി, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള സർവീസ് സംഘടന കൊടുത്തിരിക്കുന്ന കേസിൽ, ഒരു മഹേഷ് കൊടുത്തിരിക്കുന്ന കേസിൽ ഇന്നലെ കോടതിയിൽ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അണ്ടർ സെക്രട്ടറിയാണ്, ഫിനാൻസിലൊരു അണ്ടർ സെക്രട്ടറിയാണ് ആ നോട്ട് കൊടുത്തത്. അദ്ദേഹം ഗവൺമെൻറ് പ്ലെയറുടെ വരിയാണ് നോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോട്ട് കൊടുത്തപ്പോൾ ഇന്നലെ ജഡ്ജിയുടെ അടുത്ത് ഒരാഴ്ച കൂടെ സമയം ചോദിച്ചിരിക്കുന്നത് കൊണ്ട് 22-ലേക്ക് ആ കേസ് മാറ്റിയിരിക്കുകയാണ്, DA കേസ്. പക്ഷെ വളരെ രസകരമായ അഫിഡവിറ്റിൽ 3-4 കാര്യങ്ങൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വഞ്ചന, ചതി, കൊടും വഞ്ചന, വേറെ വാക്കുകളില്ല പറയാൻ. NGO യൂണിയന് വല്ലതും പറയാനുണ്ടോ? അസോസിയേഷന് വല്ലതും പറയാറുണ്ടോ? KGOയ്ക്ക് വല്ലതും പറയാറുണ്ടോ? KGO ഫെഡറേഷന് വല്ലതും പറയാറുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയണ്ട. നിങ്ങളെല്ലാം ഒന്നുകിൽ കാശിക്ക് പോവുക, സംഘടനയെ പിരിച്ചുവിട്ട്, അല്ലെങ്കിൽ ഈ പിരിവും പണിയൊക്കെ നിർത്തി നിങ്ങളെ കാര്യം നോക്കുക. നിങ്ങളെ കൊണ്ടൊന്ന്, ഇത് സർവീസ് സംഘടനകളെ കൊണ്ടൊന്ന് ഇതിനൊന്നുള്ള, നിങ്ങൾക്ക് വല്ല സെമിനാർ നടത്തുക, ശില്പശാല നടത്തുക, ദാരിദ്ര്യ വിമുക്ത ഭാരതം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കേരളത്തെ കണ്ടുപഠിക്കൂ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകാം. എന്താ കോടതി കൊടുത്ത നോട്ട്, അഫിഡവിറ്റ്? ഒന്ന്, ബംഗാളിൽ ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതി വിധി എന്ന് കൊടുക്കണമെന്ന് പറയുന്നില്ല, കഴിയുന്നത് വേഗം കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് എന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ളപ്പോൾ കൊടുത്താൽ മതി. ഇതാണോ വിധി? പരമാവധി നേരത്തെ കൊടുക്കണമെന്നല്ലേ വിധി? അതിൻ്റെ അർത്ഥം ആ വിധി വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതല്ലേ. അടുത്ത കഥയാണ് വേണ്ട, അതിനേക്കാൾ കൂടുതൽ വലിയ കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥയാണ് സർക്കാരിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ് ജീവനക്കാരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ശമ്പള പരിഷ്കരണം, അതുപോലെ DA, ലീവ് സറണ്ടർ, ഇങ്ങനെ കുറേ വരുന്ന ശമ്പളം ഒഴിച്ചുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരില്ല, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ്. അടുത്ത വിചിത്രവാദം, എന്നാണോ ഗവൺമെൻറ് ഓർഡർ ഇറക്കുന്നത് അത് മുതലുള്ളത് കൊടുത്താൽ മതി, മുൻകൂർ ഉള്ളത് കൊടുക്കണ്ട എന്നൊരു നയവും ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുകയാണെന്ന്. അപ്പം എല്ലാ തരത്തിലും ഉപദ്രവിക്കുകയാണല്ലോ. അപ്പോൾ കോടതിയിൽ കേസ് 22-ൽ മാറ്റിവെച്ചു. കൂടുതൽ സമയം പല പ്രാവശ്യമായി മാറ്റിവെച്ചു. സർക്കാരിന് ഇഷ്ടമുള്ളപ്പോൾ കൊടുത്താൽ മതി എന്നാണ് സർക്കാർ പറയുന്നത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. പശ്ചിമ ബംഗാൾ വിധിയിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ഇതൊന്നുമല്ല. നമ്മൾ കൃത്യം അതേസമയം ഇത് വേറെ ആരെങ്കിലും പറഞ്ഞ് കേരളം നിന്ന് കത്തിയാണ്. ഇവിടെ കഷ്ടമാണെന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമാണ്. ഇത് മാത്രമല്ല, ഇനി ലീവ് സറണ്ടറിൻ്റെ കാര്യം, ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം, എല്ലാ കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഒരു ഉടായ്പ നടത്തി കണ്ണുനീരും കടലുമായതിനു ശേഷം കൊടുക്കുന്ന രീതികളൊക്കെ പലതിലും കണ്ടുവരുന്നു. എന്തായാലും ഇടതുപക്ഷ മുന്നണി അവരുടെ നയമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, DA തരുന്നില്ല, സൗകര്യപ്പെടുമ്പോൾ ഞങ്ങൾ 1-2 DA ഒക്കെ തരാം, അത് മേടിച്ചോളണം. ഇനി അതിൻ്റെ പേരിൽ സമരവും ഗോഹ വിളിയൊന്നും ആവശ്യമില്ല. നിങ്ങൾ പോയി തിരുവാതിരയും അല്ലെങ്കിൽ ലെജൻഡ് നാടകം കാണുക, അല്ലെങ്കിൽ VCD ഇട്ട് ലെജൻഡിൻ്റെ നല്ല ഡോക്യുമെൻ്റ് ഇറങ്ങിയിട്ടുണ്ട്, അത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ പോയി സമരം വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ചും ആഗോളവൽക്കരണത്തെക്കുറിച്ചും സാമ്രാജ്യത്വത്തെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഗാന്ധിയുടെ പ്രസക്തിയെക്കുറിച്ചും, അല്ലെങ്കിൽ മോദിക്കെതിരെയുള്ള 4 തെറിയും കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള 4 സമരവും ഒക്കെ അങ്ങ് നടത്തി പോവുക. കേരളത്തിൽ DA ഇല്ല, ഒന്നുമില്ല എന്നുള്ളതല്ല പ്രശ്നം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാര്യമായി ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, കേരള സർക്കാർ കൊടുത്തിട്ടുള്ളൊരു അഫിഡവിറ്റ് അതിഗുരുതരമാണ്. ജീവനക്കാർ മുളയിലെ ഇതൊക്കെ നുള്ളിച്ചില്ലെങ്കിൽ പിന്നെ നുള്ളാൻ ഇലയുണ്ടാവില്ല.